ഹായ് എവരി വൺ. ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സൂപ്പർ ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വേഗം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഈ ഗ്ലാസ്സിനൊരു 1.25 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പഞ്ചസാര ഒരു ശകലം മതി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ശകലം ചേർത്ത് കൊടുക്കാം. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, ഓപ്ഷനിലാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഓയിലും കൂടെ തടവി ഒരു അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരുപാട് നേരം വെക്കരുത്, അപ്പം മാവ് അങ്ങ് ലൂസായി പോവും. അപ്പോൾ അടച്ച് വെക്കുക. ഇനി ഞാൻ 1 കപ്പ് സോയാബീൻ 20 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സോയാബീനിലെല്ലാം പെർഫെക്റ്റായിട്ട് മസാല പിടിച്ച് വരണം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ, വെള്ളമൊന്നും ഒഴിക്കാതിട്ട് ശകലം ഓയിൽ ഒഴിച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് വേവിച്ച് കിട്ടാനായിട്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 വലിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം 3 അല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് സവാള നന്നായിട്ട് വാടി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയ ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണം ഒന്ന് മാറി വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മിക്സ് ചെയ്ത് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചേക്കുന്നതാണ്, അത് പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന സോയാബീൻ ചേർക്കണം. അത് ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന ഒന്ന് കൈവച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പുണ്ടത്. അതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പച്ചമുളകൊക്കെ വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുഞ്ഞു പിള്ളേരൊക്കെ ആകുമ്പം പാടല്ലേ, അതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. ഞാൻ ഒരു കറിവേപ്പില കുറച്ചൊന്ന് മുറിച്ച് ചേർക്കുന്നുണ്ട് അതിനകത്തോട്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിങ്സിനുള്ള കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കാം. ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഞാൻ 2 ബോൾസ് ആയിട്ടാണ് ആക്കിയിരിക്കുന്നത്. ഇത് നന്നായിട്ട് പരത്തിയെടുക്കണം. കട്ടി തീരെ കുറയരുത്, ഒരു ശകലം കട്ടി വേണം. അപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത ശേഷം നമുക്ക് ചെറിയ ചെറിയ ഷീറ്റാക്കി മാറ്റണം. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്ത് അതിലേക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ലിങ്സ് ഒരുപാട് ആയിക്കൂടാ, കാരണം പൊട്ടിപ്പോവും. മടക്കി സൈഡെല്ലാം ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക.
കാരണം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എന്താ, ഞാൻ പപ്പടം കുത്തിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ സൈഡെല്ലാം ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഫോർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതുപോലെ എല്ലാം ഇങ്ങനെ ഈ രീതിയിൽ ഫില്ല് ചെയ്ത് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, വേവത്തില്ല. ഇതാ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക് വറുത്തെടുക്കാം. ചൂട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോണം, ഒരുപാട് കൂടരുത്. അപ്പോൾ ഇതാ എല്ലാം ഞാൻ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്